പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമമാണ്. മൂന്നാം തേരുത്സവ ദിവസമായ ഇന്ന് വൈകുന്നേരമാണ് ദേവരഥ സംഗമം നടക്കുക. ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് കൽപ്പാത്തിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രവിതാലക്ഷ്മിയും നിഖിൽ പ്രമേഷും നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവിതാലക്ഷ്മി, നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. വൈകിട്ടത്തെ ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരുപാട് പേർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? എങ്ങനെയുണ്ട് പ്രവിത? റിജിത്ത്, അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലാണ് കൽപ്പാത്തി. കഴിഞ്ഞ 2 ദിവസമായി തേരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഒന്നാം തേരിനും രണ്ടാം തേരിനും ശേഷം ഇന്ന് അവസാന ദിവസമാണ്. ദേവരഥ സംഗമം നടക്കുന്നത് ഇന്നാണ്. ഇന്ന് അവിടെ നമ്മളെ പ്രധാനപ്പെട്ട വീഥികളിലൂടെ ഈ തേരുകൾ അത് വലിച്ചുകൊണ്ട് പോകും. ഇന്ന് പ്രധാനമായി 2 തേരാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇത് പഴയ കൽപ്പാത്തിയാണ്. ഇതിനപ്പുറം ചാത്തപുരമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 വീഥികൾ കൂടിയുണ്ട്. അപ്പോൾ ആ 2 വീഥികളിലൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ തേര് വലിച്ചിരുന്നത്. ഇന്നിപ്പോൾ പ്രധാനമായും നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ തേരാണ് വലിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് കാണാമല്ലോ. ഒരുപാട് ആളുകൾ. ഇത് പാലക്കാടിന്റെ ഉത്സവമാണ്. നമ്മൾ ഈ തൃശ്ശൂർ പൂരം, തൃശ്ശൂരിന്റെ ഉത്സവം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പൊങ്കാല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് ഇത് കൽപ്പാത്തിയുടെ മാത്രം ഉത്സവമല്ല, ഇത് പാലക്കാടിന്റെ ഉത്സവമാണ്. നമ്മൾ അല്പസമയം മുൻപ് ഇവിടെ നോർത്ത് ഇന്ത്യൻസിനെ കണ്ടിരുന്നു. ഈ തേര് ഇതൊക്കെ കേട്ടറിഞ്ഞ് അവർ ഈ സമയം നോക്കി വന്നതാണെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളെ കണ്ടു. അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കുന്നത് കാണാം ഒരുപാട്. ഹലോ, പേരെന്താ? സൗമ്യ. എവിടുന്നാ വരുന്നത്? പാലക്കാട്. ഓക്കെ, തേരിന് മുന്നേ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയായിട്ടുണ്ട്. 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇന്നലെ എത്തിയിട്ടുള്ളൂ, പാലക്കാട് എത്തിയിട്ടുള്ളൂ. ഫാനാന്ന് തോന്നുന്നു കേട്ടോ. ഹലോ ചേച്ചി, എന്തുണ്ട്? വിശേഷം. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പാലക്കാട് തന്നെ, ഇവിടെ തന്നെയാ താമസം. ഇവിടെ തന്നെ കൽപ്പാത്തിയാണോ? കൽപ്പാത്തിയിലല്ല, വടക്കന്തറോടെയാ താമസം. ഞങ്ങള് പാറശ്ശേരി, കോങ്ങാട് പാറശ്ശേരി. ഇവിടെ കൽപ്പാത്തിയില് രഥോത്സവം ഞാൻ ജനിച്ചപ്പോ മുതൽ ഇവിടെ തന്നെയാണ്. അതെ അതെ, എന്റെ മോന്റെ ബർത്ത്ഡേയും കൂടെയാണെന്ന്, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പൊ മോനെ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമ്മോടൊപ്പം നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിലിന്റെ എത്രാമത്തെ തേരുത്സവമാണിത്? ഞാന് പാലക്കാട് വന്നിട്ട് 2 തേര്, അതിന് മുൻപ് ഡെപ്യൂട്ടേഷൻ വന്നിട്ട് ഒരു തേര് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ സത്യം പറയുന്നത് 4ാമത്തെ തേരാണ്. എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇത്തവണ ആള് കൂടുതൽ അതില് തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത് കൊണ്ട് അതിന്റെയും കൂടി ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അതെ അതെ, ഇത് ഇത്തവണ വളരെ ആള് കൂടുതലാണ്. ഇന്നിപ്പോ വലിക്കാൻ പോകുന്നത് ആദ്യത്തെ തേര് ഇതാണ്. ഈ ക്ഷേത്രത്തിന്റെ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിന്റെ രഥമായിരിക്കും ആദ്യം വലിക്കുക. പിന്നെ ചാത്തപുരം ക്ഷേത്രത്തിന്റെ, ആ 2 കൂടെ എത്തും. ഇന്ന് വൈകിട്ട് കൃത്യം ഒരു 5-നും 6-നും ഒക്കെ ഇടയിൽ ദേവരഥ സംഗമം നടക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് എത്തോരം ആളുകളല്ലേ ഇവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുക, ഇത്തരത്തിൽ ഈ എന്താ പറയാ കൽപ്പാത്തിയുടെ ഒരു തനത് വേഷമൊക്കെ ധരിച്ച് ഒരുപാട് കുട്ടികൾ, ഒരുപാട് സുന്ദരികൾ അല്ലെ, അങ്ങനെ സുന്ദരികളും സുന്ദരന്മാരും ഉണ്ട്. ഈ തേരിന്റെ ഒരു പ്രത്യേകത പല സൈസിലാണ് അല്ലെ, പല വലുപ്പത്തിലാണ് തേര്. ഏറ്റവും വലിയ തേര് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവനാഥനായിട്ടുള്ള വിശാലാക്ഷി സമേത വിശ്വാസസ്വാമി ക്ഷേത്രത്തിലെ തേരാണ്. ആ തേര് ആനയുടെ ഒക്കെ ഇതിലാണ് വലിച്ചുകൊണ്ട്, ആ വളവുകളൊക്കെ തിരിയണമെങ്കിൽ മനുഷ്യാധ്വാനം മാത്രം പോരാ, ആനയുടെ ഒരു സഹായം തന്നെ വേണം. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഒരു ചേട്ടൻ നമ്മളെ ഇതിനെപ്പറ്റി വളരെ ആധികാരികമായി, വളരെ പെട്ടെന്ന് അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹലോ സർ, പേരെന്താണ്? എന്റെ പേര് വെങ്കട്ടരാമൻ എന്ന് പറഞ്ഞാണ്. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? താമസിക്കുന്നത് കോയമ്പത്തൂരിലാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ തേരുത്സവത്തിന് വന്നതാണ്? അതെ, തേരുത്സവത്തിന് വന്നതാണ്. തേരിന്റെ ഇപ്പൊ ചെറുപ്പകാലം മുതലേ ഇത് കാണുന്നുണ്ടാവുമല്ലോ? അതെ 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 അതെ, ചെറുപ്പം കാലം മുതലേ കാണുന്നുണ്ട്. ഞാൻ പഠിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. പിന്നെ 76 ജോലി കിട്ടി പുറത്തു പോയി ജോലി. ഓക്കെ, ഈ തേരിന്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് പറയോ? തേരിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഇതൊരു വലിയ ഉത്സവമാണ്. കേരളത്തിലെ വലിയൊരു ഉത്സവമാണ്. ഇതിന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ മായവരത്ത് തേര് നടക്കും. മയൂരനാഥ സ്വാമി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ തേര് നടക്കുന്നതും ഇവിടെ തേരിനൊക്കെ ഒരേ സമയത്താണ്. ഞങ്ങളൊക്കെ തമിഴ്നാട് ബ്രാഹ്മിൻസിന്റെ ശരി പ്രവിത, നിഖിൽ പ്രമേഷ് സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നമുക്ക് പ്രജിൻ സി കണ്ണനിലേക്ക് കൂടി പോകണം. പ്രജിൻ ഇപ്പോൾ ഉള്ളത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. പ്രജിൻ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രജിൻ, ഉത്സവ ലഹരിയിലാണ് കാഴ്ചകളിതാ പ്രവിതയും നിഖിൽ പ്രമേഷും ഒക്കെ പങ്കുവെക്കുകയായിരുന്നു, പ്രതികരണങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. എന്താണ് പ്രജിൻ നിൽക്കുന്ന പോയിന്റിൽ നിന്നുള്ള വിവരങ്ങൾ, കാഴ്ചകൾ?
റീത്ത്, അത് തന്നെയാണ് ഈ അഗ്രഹാര വീഥികളിൽ ആ മൂന്നാം തേരുത്സവത്തിന്റെ ആ ഉത്സവ ലഹരി ഇങ്ങനെ കാണാം. അപ്പം ഞാനുള്ളത് നേരത്തെ റീത്ത് പറഞ്ഞതുപോലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഞാൻ തൊട്ടടുത്തുള്ളത് എൻ്റെ പിറകിൽ കാണാം, നിങ്ങൾക്ക് ഈ തേര് കാണാം. ഒരു തേരുകളിൽ ഒന്നാണ് ഇപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നത്. ഇന്നിപ്പോൾ ദേവരഥ സംഘം നടക്കുമ്പോൾ ഇവിടെ എത്തുന്ന തേരുകളിൽ ഒന്നാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ, ഭക്തജനങ്ങൾ തന്നെ പറയാം, ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം ക്ഷേത്ര ദർശനത്തിനായി ഒരു വലിയ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഈ അഗ്രഹാര വീഥികളിലേക്ക് ഇങ്ങനെ നിരനിരയായി കിടക്കുകയാണ്. ഒരുപാട് മണിക്കൂറുകളായി ആ രീതിയിൽ തന്നെ ഭക്തജനങ്ങൾ ഇങ്ങനെ ഈ വരി നിന്നിട്ടാണ് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനായി കിടക്കുന്നത്. നമ്മൾ ഈ തിരക്കിൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ തന്നെയാണ്. അത്രമാത്രം തിരക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കണ്ട് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പൊ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം. ചേച്ചി എവിടെ നിന്നാണ്? മള്ളാഞ്ചേരി. കുറെ നേരമായി വന്നിട്ട്? ഇത്ര തിരക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. അല്ല, ഞങ്ങൾ എല്ലാ വർഷം വരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യമാണ് ഇത്രയും ക്യൂ. രാവിലെ നേരം ഞങ്ങൾ നേരത്തെ വരാറുണ്ട്. അപ്പൊ എന്തായാലും തൊഴുത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് ദേവരഥം കണ്ടിട്ടേ പോവുള്ളൂ, സംഗമം കണ്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ദർശനത്തിനായി. അതിനുശേഷം വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ ദേവരഥ സംഗമം നടക്കുക. ആ സമയത്ത് തേര് വലിക്കുക എന്നതാണ് ലക്ഷ്യം ഓരോ ഭക്തരുടെയും. അത് അപ്പോഴാണ് തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുക എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദേവരഥ സംഗമം നടക്കുന്ന സമയത്ത് രഥത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, രഥം വലിക്കുന്നതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കൽപ്പാത്തിയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി 5:30 ദേവരഥ സംഗമം ഉണ്ടാകും. അതിനായുള്ള കാത്തിരിപ്പിലാണ് അവിടെ എത്തുന്ന എല്ലാവരും.